ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ രണ്ടാമത്തെ വീഡിയോൻ്റെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി വരച്ച് ഇപ്പോൾ ആ പടം കുറച്ചും കൂടി വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതാണ് ആ മുഖമാക്കി എടുത്തത്. കണ്ട സിമ്പിള് നല്ല സെറ്റ് മുഖം. ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാമല്ലേ. പടം ഞാനല്ലേ വരച്ചേ, എന്ത് വേണേൽ ആഡ് ചെയ്യും. ഇതില്ല ഇതാ ഞാൻ യൂസ് ചെയ്യണ പേന വേറെ ആയതുകൊണ്ടേ ഈ ഇത്രയ്ക്ക് ടച്ചില്ല, ഉപയോഗിക്കാൻ പാടാണ്. അച്ഛൻ്റെ ഒരു പേനുണ്ട്, അതിലാണ് ഞാൻ സാധാരണ വരയ്ക്കാറ്. നമ്മൾ താഴെയായിട്ട് ഇത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് കളർ ചെയ്ത് കൊടുക്കുക. സോറി, നല്ല ഇങ്ങനെ കളർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കും. ഷർട്ട് താഴോട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷർട്ട്, ഡ്രസ്സ് അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഇതിങ്ങനെ തനി ആഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഒരു ഫേസ്, ചുണ്ണാമ്പുണ്ടോ മോനെ ഒന്നും നോക്കണ്ട. അത് കൂട്ടുകാരൻ എന്തോ എഴുതി അവനെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് എഴുതി കൊടുക്കുമ്പോൾ ചുണ്ണാമ്പുണ്ടോ മോനെ എന്ന് പറയുമ്പോൾ ചിരിക്കുന്നവനാണ്. അപ്പോൾ അവന് വേണ്ടി ഈ വീഡിയോ ചിലപ്പോൾ യൂസ്ഫുള്ളാകും. എഴുതി ചിരിക്കുകയായിരിക്കും അവിടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഇപ്പോൾ വരച്ച ഒരു പടം. ഇതൊക്കെ ഞാൻ വരച്ച പടം കംപ്ലീറ്റ് ചെയ്യാറില്ല ഒരു പടം മൊത്തത്തിൽ. ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന പടമാണ്. കണ്ട, ഇത് ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ ചെന്നപ്പോൾ വരച്ച പടം. ഇത് എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് ചുമ്മാ ഇരുന്നപ്പോൾ വരച്ച്. ഇതാണ് ഏറ്റവും സെറ്റ് പടം. ആരായിരിക്കും ഇത്രയും കണ്ട, ആരായിരിക്കും? യെസ്, ബ്ലാക്ക് ബിയർഡ്. നിങ്ങൾ അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളു എന്നും പറഞ്ഞ് വീട്ടിൽ കയറണ്ട, വേറെ പോടേ. ഇപ്പം നമുക്ക് വരയ്ക്കാം. എനിക്കിഷ്ടമല്ല ബ്ലാക്ക് ബിയർഡ്. ഇന്നലെ വൺ പീസ് ഞാൻ കാണാറില്ലായിരുന്നു. എൻ്റെ ഇയാളെ മാത്രം കണ്ടപ്പോൾ ഇരുന്ന് വരയ്ക്കാൻ തോന്നി, വരച്ചു. സെറ്റ് തന്നെ. ഇത്രയും ഒരു 5-6 പേനയിട്ട് വരച്ചാണ്. ഇതൊക്കെ ഞാൻ ഒന്നുമല്ല പറയണേ, കൂട്ടുകാരനല്ല. ഞാൻ ഒരു പ്രാവശ്യം ഇതാണ് സെറ്റ് പടം, ഇജാതി സാധനം അല്ലേ. കണ്ടാ അല്ലേ, സെറ്റ് സാധനമില്ലേ. ഇനി ഞാൻ എൻ്റെ ബാക്ക് സൈഡ് എടുത്തു നോക്ക്. ഇത് ബാക്ക് സൈഡിലെ പടങ്ങളൊക്കെ സെറ്റ്, എല്ലാം സെറ്റ് പടങ്ങളാണ്. മരം മാത്രം നോക്കണ്ട, ട്യൂഷൻ ചേച്ചീനെ കൊണ്ട് വരപ്പിച്ചത്. ഇതൊക്കെ ഞാൻ വരയ്ക്കുന്നത്. ഇത് ഇന്ന് ഇരുന്ന് വരച്ചതാണ്. എനിക്ക് കൈ ഇവിടം വരെ എത്തുമ്പോൾ തെറ്റിപ്പോയി. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ വരയ്ക്കുന്ന പടം. അപ്പം ഈ പടങ്ങളൊക്കെ വരച്ച പേനെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലക്സർ പൈലറ്റ് ഹൈടെക് പോയിൻ്റ് എന്നൊക്കെ പറയാം. ഞാൻ ഇപ്പോൾ ഇത് അടുത്ത് അടയ്ക്കണം. ഇത് വെച്ചാണ് ഈ പടം വരച്ച് സെറ്റ് സാധനമാണ്. കാരണം ഇത് ഫൈൻ ലൈനിലാണ്. ഇതിൻ്റെ സൈസ് കമ്പയർ ചെയ്ത് നോക്കിയാണ് കണ്ട എന്ത് ഡിഫറൻസ് ആണെന്ന്. അപ്പോൾ ഇത് ഏതാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ഇതാണ് വരയ്ക്കണേ. സിമ്പിളാണ് വരയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പുതിയ പടം വരയ്ക്കുകയാണെ. മുടി മാത്രമേ വരയ്ക്കോളെ. ഇത് കിടക്കട്ടോ, ക്യൂട്ടായ. ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ഇനിയാണ് കാണണം. സെറ്റ് പടം അല്ലേ.
സീനാണ് ഈ പടങ്ങളൊക്കെ. ഞാൻ ഈ മണ്ടയിലോട്ടാക്കി പോയാ ഇത് വെച്ച് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ വരയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഇത് നമ്മൾ ലൈഫ് ചേഞ്ചർ എന്ന് പറയും. സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ആ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേന വെച്ച് വരയ്ക്കാറില്ല. ഈ പേന വെച്ച് വരയ്ക്കുമ്പോൾ തെറ്റും ഭയങ്കരമായിട്ട്. ഇത് വെച്ച് വരയ്ക്കുമ്പോൾ തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. ഭയങ്കര സിമ്പിളായിട്ട് മണ്ടയിൽ കൂടെ അങ്ങ് വരച്ച് ഇത് ചെയ്യാം. അപ്പം ഞാൻ മറ്റേ പടം എന്തൊരു കുളമായതുകൊണ്ടാണ് ഞാൻ ഈ ഇതൊക്കെ കാണിച്ചു തന്നത്. കുളമായതല്ല എന്ന് പറഞ്ഞാൽ വരച്ച് തീർത്ത്. കുളമെന്നായി ഞാൻ പറയും. ഈ നീല പേന വെച്ച് വരച്ചാണ് അല്ലെങ്കിൽ കറുത്ത പേന വെച്ച് വരച്ചാണെന്ന് പറയണം ഇഷ്ടപ്പെട്ടത്. നീങ്ങിടുന്നു എങ്കിൽ ഞാൻ മുഖം വരയ്ക്കത്തില്ല. ഇത് എന്ന് പറഞ്ഞാൽ മുഖം വരച്ചാൽ പിന്നെ എല്ലാം കൂടി കൊള്ളായാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നിയതെന്ന് പറയണം. എൻ്റെ കൂട്ടുകാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ആദീസ് ക്രേസി യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇത് അടിച്ചു നോക്കിയാൽ നിങ്ങൾ അവൻ്റെ വീഡിയോസൊക്കെ കാണാം. ഈ ഇടയ്ക്ക് വെച്ചാണ് അവൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് 35 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. എല്ലാവരും ഈ ഇടയ്ക്കാണല്ലോ. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫോളോ മീ. ആൻഡ് ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ഇനിയും ഇടും. അപ്പോൾ താങ്ക് യു ഗൈസ്.